വീണാലും ഞാൻ എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും. ഇന്നലെ ഞാനിട്ട വീഡിയോയ്ക്ക് ഒത്തിരി പേര് എനിക്ക് മെസ്സേജുകളായിട്ടാണെങ്കിലും വിളിച്ചിട്ടൊക്കെയാണെങ്കിലും മാനസികമായി ഒത്തിരി പിന്തുണ എനിക്ക് നൽകി. അതെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനൊരു അസുഖം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് അയ്യോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അസുഖമായോ. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ഉദാഹരണം പറയുന്ന കേൾക്കാം, അയ്യോ അവിടെ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും നമ്മൾ അവരോട് ചെയ്യരുത്. നമ്മൾ ഓൾറെഡി ആ ഒരു വ്യക്തി മാനസികമായിട്ട് വളരെയേറെ തളർന്നിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ അവരെ കാണാൻ ചെന്നെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: നിങ്ങളിത് ഓവർകം ചെയ്യും, നിങ്ങളുടെ കൂടെ ദൈവവും ഞങ്ങളും ഉണ്ട്. ഈ രണ്ട് വാക്ക് മാത്രം പറഞ്ഞാൽ മതി. എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വാക്കാണ് ശരിക്കും എടുത്തു കളയേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഇതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളല്ലാതെ ക്യാൻസർ എന്ന വാക്കിന് അവസാന വാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണമല്ല. രോഗം നമ്മളെ തോൽപ്പിക്കുകയല്ല, രോഗത്തെ നമ്മൾ തോൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ അഡ്മിറ്റായി എന്നുള്ളത്. എൻ്റെ എല്ലാ ടെസ്റ്റുകളും അവിടെ വെച്ച് എടുത്തു. അതായത് HIV ഉൾപ്പെടെയുള്ള എല്ലാ ടെസ്റ്റുകളും എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നു. എന്നോട് ഫുഡ് കഴിക്കേണ്ടെന്നായിരുന്നു പറഞ്ഞത്. ഒരു ജനറൽ അനസ്തേഷ്യക്ക് ഇപ്പോൾ ചെറിയൊരു സെഡേഷനൊക്കെ തന്നിട്ടാണ് എനിക്ക് അന്ന് ഈ ബയോപ്സി എടുക്കുന്നത്. നമ്മൾ മയങ്ങിപ്പോകും. എങ്കിലും പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ആ ഭാഗം മൊത്തം നമുക്ക് എടുക്കുന്ന ഭാഗം മൊത്തം നമ്മളെ മരവിപ്പിക്കും. അങ്ങനെ ഒരു ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് പോലെ എൻ്റെ 2 മുഴകളിൽ നിന്നായിരുന്നു സാമ്പിൾ ടിഷ്യൂ ഡോക്ടർ എടുത്തത്. അങ്ങനെ അത് നമ്മൾ ഹെൽത്ത് വേവിലേക്ക് കൊടുത്തു. ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് എനിക്ക് ഞാൻ ഒരു മയക്കത്തിലോട്ട് പോയി. എനിക്ക് ബോധം തെളിയുന്നത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പിന്നെയും കാണാൻ വന്നു. ഡോക്ടർ വന്നപ്പം എന്താ ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചപ്പോൾ ഡോക്ടർ ഒരു വാക്കാണ് പറഞ്ഞത്. എന്താണ്? നമുക്ക് നോക്കാം, ചെറിയൊരു കുഴപ്പമുണ്ട്. വേറെ ഒന്നും ഡോക്ടർ പറയാൻ നിന്നില്ല. ഡോക്ടർ പോയി. ശരിക്കും പറഞ്ഞാൽ ആ വാക്കുകളുണ്ടായിരുന്നു എല്ലാം. എന്താണ് ഇനി വരാൻ പോകുന്നതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ആ വാക്കുകളിലുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പോകുന്നതിന് മുന്നേ എനിക്കവിടെ ആ ഡിസ്ചാർജ് സമ്മറിയിൽ സൈൻ ചെയ്യേണ്ട സമയത്ത് അവിടെ സിസ്റ്റേഴ്സ് പറഞ്ഞിരുന്നു, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചേച്ചി പ്രാർത്ഥിക്കുന്നതല്ലേ, ഒരു കുഴപ്പമുണ്ടാവില്ല, ചേച്ചി പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിസ്ചാർജ് ചെയ്തിട്ട് എൻ്റെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ വീട് വടുവഞ്ചാലാണ്. ഞാൻ വീട്ടിലേക്ക് പോയി. ബുധനാഴ്ച ഉച്ചയോടുകൂടി എന്നെ ഡിസ്ചാർജ് ചെയ്തു. വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ചയായപ്പം വടുവഞ്ചാലായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നറിയത്തില്ല, അവിടെ ഡെയിലി ബുക്സ് ഒക്കെ പറയുന്ന മാത്യു വേലുമണ്ണിൽ അച്ഛൻ്റെ ധ്യാനകേന്ദ്രം അവിടെ വട്ടത്തുവേലാണ്. അപ്പം ഞാൻ വിചാരിച്ചു വെള്ളിയാഴ്ച അന്ന് അച്ഛൻ അവിടെ ധ്യാനകേന്ദ്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാര്യം എൻ്റെ മുറിവും കാര്യങ്ങളും ഒന്നും ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എന്തോ നമുക്ക് എപ്പോഴും ഒരു സമാധാനം തരുന്നത് എപ്പോഴും ദേവാലയമൊക്കെ ആയിരിക്കുമല്ലോ. ഞാൻ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി ഞാൻ അവിടെ പോയി. അന്ന് ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തു. അന്ന് പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വീട്ടിലേക്ക് പോകാം, ഇനിയിപ്പോൾ ജോലിക്ക് തിങ്കളാഴ്ച തൊട്ട് പോകാമല്ലോ. അങ്ങനെ കരുതി ശനിയാഴ്ച ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്, അതായത് ബീനാച്ചിക്ക് ഞാൻ തിരിച്ചു പോന്നു. ഞായറാഴ്ച ഞാൻ വിശുദ്ധ കുർബാനയ്ക്കും പോയി. എങ്കിലും ഞാൻ ആ കുർബാനയിലൂടെ നീളം കരയുകയായിരുന്നു. കാരണം എന്തോ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമമായിരുന്നു. ഞാൻ ആൾത്തറയിൽ ഈശ്വര രൂപത്തെ നോക്കി ഒത്തിരി നേരം നോക്കിയെന്ന് എന്താ പറയുക, ഞാൻ ചോദിച്ചു, നല്ല പണിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒത്തിരി കരഞ്ഞു. പിന്നെ തിങ്കളാഴ്ച ഞാൻ റെഗുലറായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. ബയോപ്സിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു, നമ്മളിങ്ങനെ അന്വേഷിക്കുന്നു, അത് റിസൾട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് വരും, അതല്ലെങ്കിൽ ലേറ്റ് ആയിട്ടേ വരുള്ളൂ. അങ്ങനെ കഴിഞ്ഞ ഒരു ചൊവ്വാഴ്ച റിസൾട്ട് വേണ്ടി കൊടുത്തു. ആ ആഴ്ച കഴിഞ്ഞു, തിങ്കളായി, ചൊവ്വയായി, ബുധനായി, വ്യാഴമായി, എൻ്റെ റിസൾട്ട് വന്നില്ല. അപ്പോൾ മാനസികമായിട്ട് ഞാൻ വിചാരിക്കും, റിസൾട്ടൊക്കെ ലേറ്റ് ആയിട്ടാണല്ലോ വരുന്നത്, അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതി. അങ്ങനെ പിന്നെ വെള്ളിയാഴ്ച ആയപ്പോൾ ഞാൻ രാവിലെ വിചാരിക്കുകയാണ്, ഇന്നും കൂടെ വെള്ളിയാഴ്ചയല്ലേ, നമുക്ക് ഇന്നും ആ പള്ളിയിലോട്ട് പോകാം. അതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹെൽത്ത് വേവിൽ കുട്ടീനെ അറിയുന്നത് കൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ എൻ്റെ റിസൾട്ട് വരികയാണെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ നീ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തു. നെഗറ്റീവ് ആണെങ്കിൽ നീ എൻ്റെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വെള്ളിയാഴ്ച രാവിലെ ഇപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നെ ആ പള്ളിയിലൊന്ന് കൊണ്ടാക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം നെല്ലാച്ചാർ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്.
പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ കസിനെ വിളിച്ചിട്ട് ചോദിച്ചു, എടി നീ വരുന്നുണ്ടോ, ഞാനിങ്ങനെ പള്ളിയിലോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആ ശരി എടി, എന്നാൽ ഞാനും വരാമെന്ന്. കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ പള്ളിയിലെത്തി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ സാക്ഷ്യം പറയുന്നൊരു സമയം എത്തി. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നോക്കുന്നുണ്ട്, റിസൾട്ട് വന്നോ എന്ന്. പിന്നെ റിസൾട്ടൊന്നും വന്നിട്ടില്ല. ആ കുട്ടിയുടെ പ്രത്യേകിച്ച് മറുപടി ഒന്നും വന്നില്ല. ഞാൻ എന്നിട്ട് ആ കൊച്ചിനെ വിളിച്ചു മീൻസ് ഞാൻ മെസ്സേജ് അയച്ചു, അതിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ചു, മോളെ എൻ്റെ റിസൾട്ട് വന്നു എന്ന്. അപ്പോൾ അവൾ എനിക്ക് തന്ന മറുപടി ഇങ്ങനെയാണ്, ചേച്ചി ചേട്ടായിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ചേട്ടായിനോട് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറയുമെന്ന്. ആ ഒരു മറുപടിയിലുണ്ടായിരുന്നു എൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്. അതിന് ശേഷമുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.